നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് ഭവനിൽ നിന്നും കൊട്ടാരക്കര വൈദ്യുതി ഭവനിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് കോൺഗ്രസ് ഭവനിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം UDF ജില്ലാ ചെയർമാൻ KC രാജൻ നിർവഹിച്ചു. പ്രിയമുള്ളവരെ, ഈ വൈദ്യുത ഓഫീസ് മാർച്ച് നമുക്കേവർക്കും അറിവുള്ളതുപോലെ കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വീണ്ടും ജനങ്ങളുടെ മേൽ ഒരു ഇരുട്ടടി എന്നോണം വൈദ്യുതി ചാർജ് 16 പൈസ യൂണിറ്റിന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും 3-4 മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇത് വർധനവുണ്ടാകും. വലിയ വർധനവരകളാണ് ഓരോന്നിനും ഉണ്ടായിരിക്കുന്നത്. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾ കറണ്ട് ചാർജ് മാത്രമല്ല, ബസ് ചാർജ് വർധനവ്, നികുതി വർധനവ്, പാചകവാതക വർധനവ്, ഗ്യാസിനും പെട്രോളിനും വർധനവ്, എന്തിനേറെ ഇന്ന് വീട്ടമ്മമാർക്ക് ജീവിക്കാനൊക്കാത്ത ദുസ്സഹമായ സാഹചര്യത്തിൽ വൻപിച്ച വില വർധനവ്, അവരുടെ വീട്ടു ചെലവ് പോലും നിർവഹിക്കാനും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. കേരളത്തിലെ KC ബോർഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്കേവർക്കും അറിവുള്ളതുപോലെ 2 വൈദ്യുത മന്ത്രിമാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഉണ്ടായി. ഒന്നൊരു MM മണി സഖാവും മറ്റൊന്ന് കൃഷ്ണൻകുട്ടി സഖാവും. ഇവരുടെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടുമാണ് KC ബോർഡ് ഇത്രയും നഷ്ടത്തിലുണ്ടായത്. വർഷത്തില് ഇൻകം ടാക്സ് റിട്ടേൺ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് വസ്തുത. ഇത് വൈദ്യുതി ബോർഡ് ഒരു നഷ്ടത്തിൽ കലാശിക്കുവാൻ കാരണമായി. ഇത് മാത്രമല്ല, KC ബോർഡ് 300 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ഗവൺമെന്റ് എഴുതി തള്ളി. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത നമ്മൾ കണ്ടു. നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ ശ്രീ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ പറഞ്ഞു, മണിയാർ ജലവൈദ്യുത പദ്ധതി വീണ്ടും ഒരു 30 വർഷക്കാലം കൂടി കാർബൺ ഓഫ് യൂണിവേഴ്സൽ എന്ന സ്വകാര്യ മുത്തക മുതലാളിക്ക് തീരെഴുതി കൊടുക്കാൻ വ്യവസായ വകുപ്പിന് നിർദ്ദേശമനുസരിച്ച് ആ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ KC ബോർഡിന്റെ പിടിപ്പുകേട് ഇരുട്ടടി പോലെ കേരളത്തിലെ സമസ്ത ജനങ്ങൾക്കും അടുത്ത ബില്ല് വരുമ്പോൾ 1000 രൂപ ബില്ലടച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് വീണ്ടും വരാൻ പോകുന്ന 1500 രൂപയ്ക്കകത്തുള്ള ബില്ലാണ് വരുന്നത്. ശ്രീ MN ഗോവിന്ദൻ നായർ കേരളത്തിൽ വൈദ്യുതി മന്ത്രിയായിരുന്നു. എന്തിന് കൊട്ടാരക്കരക്കാരനായ ശ്രീ R ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ മികച്ചൊരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ശ്രീ പത്മരാജൻ വക്കീൽ വൈദ്യുതി മന്ത്രിയായിരുന്നിട്ടുണ്ട്. ശ്രീ ശിവദാസൻ, കടവൂർ ശിവദാസൻ വക്കീൽ വൈദ്യുതി മന്ത്രിയായിരുന്നു. അവരൊക്കെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളായിരുന്നു. ശ്രീ ആര്യാടൻ മുഹമ്മദ് കേരളത്തിലെ ഏറ്റവും നല്ല പാർലമെന്റേറിയനും മികച്ച ഭരണാധികാരിയുമായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നു. ശ്രീ G കാർത്തികേയൻ വൈദ്യുതി മന്ത്രിയായിരുന്നു. അങ്ങനെ കേരളത്തിലെ പ്രഗത്ഭരായ നേതാക്കന്മാരാണ് വൈദ്യുതി വകുപ്പിന്റെ ചുമതല പലപ്പോഴായി വഹിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് ഇവിടെ അലക്സ് പറഞ്ഞു, നമ്മുടെ മണിക്ക് ശേഷം വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെയുള്ള മണിക്ക് ശേഷം ഈ കൃഷ്ണൻകുട്ടി ഇപ്പോൾ വൈദ്യുതി മന്ത്രിയായി. അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാ അയാളുടെ പാർട്ടി എവിടെയാണ്, ഏതാണ് പാർട്ടി, പാർട്ടിയുടെ കൊടി ഏതാണ്, പാർട്ടിയുടെ ചിഹ്നം ഏതാണ്, ആ പാർട്ടി ഏത് മുന്നണിയിലാണ്, UDF-ലാണോ, LDF-ലാണോ, NDA-യിലാണോ, UPA-യിലാണോ, ഇന്ത്യ സഖ്യത്തിലാണോ, ഏത് മുന്നണിയിലാണെന്ന് ആ കക്ഷിക്ക് അറിഞ്ഞുകൂടാ. കക്ഷിയുടെ നേതാവാണെന്ന് പറയുന്ന കൃഷ്ണൻകുട്ടിക്ക് അറിഞ്ഞുകൂടാ. പിണറായി വിജയന് പണം വേണം, പിണറായി വിജയന്റെ കുടുംബത്തിന് പണം വേണം. ഈ പണം എവിടെ നിന്നുണ്ടാക്കും? ജനങ്ങളെ പിഴിയുക, ജനങ്ങളെ കൊള്ളയടിക്കുക, വൈദ്യുതി മേഖലയെ കൊള്ളയടിക്കുക, വ്യവസായ മേഖല. ഇപ്പോൾ വ്യവസായ സൗഹൃദത്തെ കുറിച്ചൊക്കെയാണ് രാജീവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവിടെ ഒരു വ്യവസായ സൗഹൃദവുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, സ്മാർട്ട് സിറ്റിയുടെ സ്ഥിതി എന്തായി? കൊച്ചിയിലെ എന്തായി അതിന്റെ സ്ഥിതി? കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെല്ലാം വിദേശങ്ങളിലേക്ക് പോകും. കാനഡയിൽ
ഓസ്ട്രേലിയയിൽ, സ്വീഡനിൽ, റഷ്യയിൽ, അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ, വിദേശങ്ങളിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ തൊഴിൽ കിട്ടുന്നില്ല. ഇവിടെ നിക്ഷേപകരെ എല്ലാം ആകർഷിക്കുന്നുവെന്നാണ് പിണറായി പറയുന്നത്, രാജീവ് പറയുന്നത്, ബാലഗോപാൽ പറയുന്നു. പക്ഷെ ഒരു നിക്ഷേപകനും ഇവിടേക്ക് വരുന്നില്ല. എല്ലാ ചെറുപ്പക്കാരും വിദേശത്തേക്ക് പോവുകയാണ് ജോലി അന്വേഷിച്ച്. 4-5 കൊല്ലം 2030 ആകുന്നതോടുകൂടി കേരളം ഒരു വൃദ്ധ സദനമായി മാറുമെന്നാണ് ഇപ്പോൾ വിദഗ്ധന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. കാരണം എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. കേരളമാകെ ജനങ്ങളെ ദുരിതത്തിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വകുപ്പ് വൈദ്യുതി വകുപ്പ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രകാശം ചൊരിയേണ്ട ഒരു വകുപ്പാണ് വൈദ്യുതി വകുപ്പ്. നിർഭാഗ്യവശാൽ നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി മണിയെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഡാമുകളെല്ലാം കൂടി തുറന്നുവിട്ട് കേരളത്തിലെ ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ഒരു വകുപ്പാണ് ഈ വകുപ്പ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ വകുപ്പിലിരിക്കുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ അഴിമതി നടത്താം എന്ന് റിസർച്ച് ചെയ്യുന്ന തന്ത്രപ്പാടിലാണ്. അതിനെതിരെയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് ഈ വകുപ്പിനെതിരെ, സർക്കാരിനെതിരെ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഈ വകുപ്പിൽ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു, മന്ത്രി കൃഷ്ണൻകുട്ടിയും പി രാജീവും തമ്മിൽ തർക്കത്തിലാണ്. കേരളത്തിലെ 2 വകുപ്പുകൾ തമ്മിൽ തർക്കത്തിലാണ്. കാർബറണ്ടം ഫാക്ടറിക്ക് ചെറുകിട ജലസേചന പദ്ധതി എന്നുള്ള നിലയിൽ മണിയാർ പദ്ധതി ഒരു ഫാക്ടറിക്ക്, സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പിന്താങ്ങുന്ന CPM-ന്റെ നേതാവ് രാജീവ്, കരാർ പുതുക്കണമെന്ന് ആവശ്യപ്പെടുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി. 2 മന്ത്രിമാർ തമ്മിൽ തല്ലുകയാണ്. ഒരു മന്ത്രിക്ക് മാത്രം കമ്മീഷൻ കൊടുത്തു. ഇത് ഇലക്ട്രിസിറ്റി മന്ത്രിക്ക് കമ്മീഷൻ കിട്ടാത്തതിന്റെ പേരിലുള്ള തമ്മിൽ തല്ലാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, 2024 ഡിസംബറിൽ ഇവർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് 16 പൈസയാണ് ഇവർ വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ പറയുന്നു, ഈ വർധനവ് 2025 മാർച്ച് വരെയുള്ളൂ. മാർച്ച് കഴിയുമ്പോൾ 12 പൈസ കൂടി കൂടുകയാണ്. 2025 മാർച്ചിൽ 12 പൈസ കൂടി കൂടുമ്പോൾ നമ്മുടെ ഓരോ ഉപഭോക്താവിന്റെയും നേർക്ക് വരുന്നത് 28 പൈസയാണ് ഒരു യൂണിറ്റിന് വർദ്ധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം.